പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിൻ്റെ അലയൊലികൾ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ അവസാനിച്ചിട്ടില്ല. കോൺഗ്രസ് ഇപ്പോൾ അത് സി പി എമ്മിൻ്റെ തലയിലേക്ക് ബി ജെ പി പ്രവേശനം മാറ്റാനുള്ള ചില പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ആദ്യം വി ഡി സതീശൻ ഇതിനു പിന്നിൽ ഒരു IPS ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ താങ്കളുടെ സഹോദരൻ തന്നെ അത് ലോക്നാഥ് ബെഹ്റയാണെന്ന് പറയുന്നു. സത്യത്തിൽ ആരാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചത്? എന്തായാലും ലോക്നാഥ് ബെഹ്റയല്ല, അത് ഉറപ്പ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടൊരു 1.5 കൊല്ലമായി ഉണ്ടാവും. അതിനിടയ്ക്ക് ഒരു ദിവസം ഡോക്ടറുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം എന്തോ മുഖ്യ അതിഥിയായിട്ട് വന്നപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചു. ഭക്ഷണം കഴിക്കാൻ പോവുക ചേച്ചി എന്ന് പറഞ്ഞാൽ ആൾ പോവുകയും ചെയ്തു. ഇതാണ് ഇത്രയും കൊല്ലങ്ങളായിട്ടുള്ള ബെഹ്റയായിട്ടുള്ള എൻ്റെ. പക്ഷേ എൻ്റെ ഒരു സഹോദര തുല്യനാണ് ആൾ. പക്ഷേ രാഷ്ട്രീയം ആളൊന്നും എൻ്റെ അടുത്ത് പറയാറില്ല. ഞാൻ പിന്നെ പൊതുവെ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ആൾക്കൊരു തോന്നലുള്ള ആളാണ്. അതുകൊണ്ട് ഇതുവരെ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. പിന്നെ ആരെ വേണമെങ്കിലും പറയാമല്ലോ, പറയുമ്പോൾ അത് കൺഫേം ചെയ്തിട്ട് പറയണം. അല്ലാണ്ട് ഇങ്ങനെ ബെഹ്റയാണ്, ബെഹ്റ നമ്മളുമായിട്ട് നല്ല അടുപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് ബെഹ്റയുടെ തലയിൽ കുറ്റം വയ്ക്കാതെ എവിടെ വേണേൽ അന്വേഷിച്ചോട്ടെ അവർ. താങ്കളുടെ സഹോദരൻ തന്നെയാണ് ബെഹ്റയുടെ പേര് പറയണത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഒരു വിരമിച്ച IPS ഉദ്യോഗസ്ഥനെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മുരളിയേട്ടന് പിന്നെ എന്തുമായി തോന്നി പറയും. അത് പണ്ടേയുള്ള സ്വഭാവമാണ്. അതിൻ്റെ വരും വരായികളോ അല്ലെങ്കിൽ അത് ചെയ്യണത് ശരിയല്ല എന്നൊരു തോന്നലൊന്നും ഇല്ലാത്ത ആളാണ്. നിങ്ങൾക്കറിയാത്ത ഒരു മുരളിയേട്ടനുണ്ട്. അതുകൊണ്ട് മുരളിയേട്ടൻ പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. വി ഡി സതീശൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. അദ്ദേഹം പിന്നെ കുറച്ചും കൂടി ഇതായിട്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. കേരളത്തിലെ BJP നേതാക്കൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തുമെന്നത് അവരുടെ ഒരു പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആരുമായിട്ടാണ് പത്മജ വേണുഗോപാൽ ഈ BJP പ്രവേശനത്തിന് കോൺടാക്ട് ചെയ്തത്? എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് അവരുടെ രഹസ്യങ്ങളാണ്. അത് ഞാൻ തുറന്നു പറഞ്ഞാൽ ഞാൻ അവരെ ചതിക്കണ മാതിരിയാവും. എന്തായാലും എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നില്ല. എനിക്ക് പാർട്ടി വിട്ടു പോകുന്നുള്ള എൻ്റെ തീരുമാനമായിരുന്നു. കഴിഞ്ഞ എവിടെയെങ്കിലും പോകും, മോളുടെ അടുത്തോ എവിടെയും പോയി ജീവിക്കാം. കാരണം എനിക്ക് ഈ പാർട്ടിയിൽ തുടരാൻ പറ്റാണ്ടായിട്ട് കുറേ കാലങ്ങളായി. ഈ പാവപ്പെട്ട പ്രവർത്തകരെ അറിയില്ല ഞാൻ അനുഭവിച്ച വേദനകൾ. അതുകൊണ്ടാണ് അവരുടെ സങ്കടം കൊണ്ട് അവരെന്നെ പറയണത്. പക്ഷേ അതിലെനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ച, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണ് എനിക്ക് അറ്റാക്ക്. കാരണം പൊതുവേ ഞാൻ എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് പെരുമാറുന്നതാണ്. എനിക്ക് എല്ലാ പാർട്ടിയിലും ബന്ധങ്ങളുണ്ട്, ഫ്രണ്ട്സായിട്ട്. അല്ലാണ്ട് പാർട്ടിയെ കോൺഗ്രസ് എന്നുള്ളതായിരുന്നു ഞാൻ ഇത്രയും കാലം. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റാണ്ടായി തുടങ്ങി. ഈ പ്രവർത്തകർക്ക് താങ്കൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അറിയില്ല എന്ന് പറയും, പക്ഷേ സഹോദരൻ അറിയാൻ സാധ്യതയുണ്ടല്ലോ. ഇല്ല, ഞാൻ മുരളിയേട്ടനോട് ഒട്ടും പറയാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ വിഷമം അറിയുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് വന്ന് നിന്ന് മറ്റവർക്ക് എന്നോട് എതിർപ്പുണ്ടായി ഞാൻ തോക്കണ്ടല്ലോ. അല്ലെങ്കിൽ സാധാരണ ആരെങ്കിലും മത്സരിച്ച് പോകേണ്ട സ്ഥലത്താണ് ഞാൻ എൻ്റെ കുടുംബം ആയിട്ട് കരുതിയിരുന്ന സുരേഷ് ഗോപിനെ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോൾ ഞാനന്ന് എത്ര വേദനിച്ചു എന്നറിയാം. പക്ഷേ പിന്നെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുരളിയേട്ടന് പലതും അറിയില്ല. ഈ നേമത്തേക്ക് കെ മുരളീധരൻ പോയതാണോ താങ്കളെ തൃശ്ശൂരിൽ തോൽപ്പിച്ചത്? അതുകൊണ്ട് അതൊരു കാര്യം. അതുകൂടാണ്ട് പാർട്ടിക്കാർ കാര്യമായിട്ട് കാലുവാരി 2 ലക്ഷം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആരൊക്കെയാണെന്നുള്ളത്. ഞാനത് വല്ലാണ്ട് എന്നെ വേദനിപ്പിച്ചാൽ എനിക്കത് പറയേണ്ടി വരും. പക്ഷേ എന്നെക്കൊണ്ട് കഴിയണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കണതോ അല്ലെങ്കിൽ ഒരാളെ ചതിച്ച് നമ്മൾ ആ പാർട്ടിയിൽ നിന്ന് പോന്നു കഴിഞ്ഞു. പിന്നെ അവരെന്ത് ചെയ്തു എന്ന് ഇനി ആരും അറിയണ്ട. എൻ്റെ തീരുമാനം ഉറച്ചതാണ് ഇക്കാര്യത്തിൽ. കാരണം അത്രയും വിഷമം കൊണ്ട് എടുത്താൽ ഞാൻ തീരുമാനം സന്തോഷത്തോടു കൂടിയൊന്നുമല്ല ഈ തീരുമാനം. കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഈ മിനിഞ്ഞാന്ന് വരെ ഞാൻ കോൺഗ്രസ്സിൽ അടി ഉറച്ച് നിന്നാൾ. എൻ്റെ അച്ഛൻ പോയപ്പോൾ പോയില്ല. പക്ഷെ മുരളിയേട്ടൻ അങ്ങനെയല്ലല്ലോ. മുരളിയേട്ടൻ 3-4 പാർട്ടി മാറി വന്ന ആൾ എന്നെ പറയാൻ എന്താ അവകാശം എന്നാണ് ഞാൻ 2 ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വന്നത് താങ്കൾ BJPയിൽ പോയത് കൊണ്ടാണ് എന്നാണ് പുറത്ത്. ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ നറേറ്റീവ്. വടകരയാണോ കെ മുരളീധരൻ്റെ സേഫ്, തൃശ്ശൂരാണോ? വടകരയായിരുന്നു. കാരണം അദ്ദേഹം അവിടെ എല്ലാവരെയും അറിയാം. തൃശ്ശൂർക്ക് മുരളിയേട്ടന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും എനിക്കറിയാം. മുരളിയേട്ടന് വേറെ എന്തൊക്കെയോ ഓഫർ കിട്ടിയോണ്ടാണ് തോറ്റാലും ഇവിടെ വന്ന് നിൽക്കാം എന്ന് അങ്ങവർക്ക് തോന്നിയത്. ചിലപ്പോൾ ജയിക്കുമായിരിക്കും, നമുക്കൊന്നും അറിയില്ലല്ലോ. അതിലൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. പക്ഷേ ഞാൻ പ്രചരണത്തിന് ഇറങ്ങാതിരിക്കാനാണെങ്കിൽ തെറ്റി. ഞാൻ ഏത് പാർട്ടിയിൽ നിൽക്കണോ അവരോട് ഞാൻ വിശ്വസ്ത കാണിക്കും. പിന്നെ മുരളിയേട്ടൻ തന്നെ പറഞ്ഞു അവളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സാക്ഷി കൊത്തില്ലാണ്ട് പ്രവർത്തിക്കാൻ പോവാം. സുരേഷ് ഗോപിക്ക് വേണ്ടി ശക്തമായി തൃശ്ശൂരിൽ പ്രചാരണത്തിനുണ്ടാവും. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി അവരെന്ത് പറഞ്ഞാലും അത് ഞാൻ കേൾക്കും. അത് പണ്ടും അങ്ങനെയായിരുന്നു. കോൺഗ്രസ് എന്ത് പറഞ്ഞാലും എന്ത് വേദനയുണ്ടെങ്കിലും ചെയ്തിരുന്ന ആളാണ് ഞാൻ. തൃശ്ശൂരിൽ താങ്കൾക്ക് വലിയ ബന്ധങ്ങളുണ്ട്. തൃശ്ശൂരിൽ നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് തന്നെ ഒരു പ്രവർത്തിക്കാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ?
അത് പാർട്ടി അവർ പറയുമല്ലോ. കോൺഗ്രസ് പാർട്ടി മാതിരിയല്ല. അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ അവർ നമ്മളെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ അവർക്കറിയാം. അവരെന്താ പറയണേന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ വന്നിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇതുവരെ ഒരു ചുമതലയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ചുമതലകൾ ചെയ്യിക്കുന്ന ആൾക്കാരാണ്, ജോലി ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കുള്ളൊരു സന്തോഷം, എനിക്ക് വർക്ക് ചെയ്യാൻ, സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി എന്നുള്ളത്. പത്തനംതിട്ടയിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും മത്സരിക്കുകയാണ്. അവിടെയും പത്മജ വേണുഗോപാലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുമോ ബി ജെ പിക്ക് വേണ്ടി? ഞാൻ ബി ജെ പി എവിടെയാണ് പറയണതെന്ന് വെച്ചാൽ അവിടെ മുഴുവൻ പോവും. അത് ഇന്ന സ്ഥലം എന്നല്ല. അനിൽ എൻ്റെ സ്വന്തം ഒരു അനിയൻ്റെ മാതിരിയാണ്. ഞങ്ങൾ തമ്മിൽ എൻ്റെ അച്ഛനും ശ്രീ എ കെ ആൻ്റണി രണ്ടുപേരും ഉള്ള ഒരു പണ്ട് വഴക്കായിരുന്നെങ്കിലും ഞങ്ങൾ മക്കൾ തമ്മിൽ ആ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും എൻ്റെ ലക്ഷ്യം പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ട് അനിൽ. അപ്പോൾ അനിൽ വിളിച്ചാലും ഞാൻ പോവും. കോൺഗ്രസിൻ്റെ 2 പ്രധാനപ്പെട്ട മുഖങ്ങളായിരുന്നു കെ കരുണാകരനും എ കെ ആന്റണിയും. അവരുടെ 2 മക്കളാണ് ഇന്ന് ബി ജെ പി സംസ്ഥാനത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫേസായി കൊണ്ടുവരുന്നത്. അതെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേരളത്തിൽ? അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് കളം മാറുന്ന ഒരാളല്ല എന്ന് പാർട്ടിക്കാർക്ക് തന്നെ അറിയാം. എത്രയോ തൃശ്ശൂരുകാരൊരിക്കലും പലവരും എന്നെ തോൽപ്പിക്കാൻ നിന്ന കുറേ ആളുകളുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ആ ഇൻ്റർവ്യൂവിൽ വരുന്ന ആളുകളൊക്കെയാണ് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചതല്ല, തോൽപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്നവർ പറയണത് എന്നെ വേദനിപ്പിക്കില്ല. എനിക്ക് തിരിച്ച് പറയാനല്ലോ. പണ്ടൊക്കെ ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. ഉള്ളിൽ കിടന്ന് വിങ്ങാനേ പറ്റൂ. ഇപ്പോൾ എനിക്ക് നല്ലോണം പറയാം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പത്മജ വേണുഗോപാൽ ഇന്ന് സ്വതന്ത്രയാണ്, കാര്യങ്ങൾ തുറന്നു പറയാനുള്ള കരുത്തുമുണ്ട്, അങ്ങനെയാണോ? ആണ്. ഞാനിനി എന്നെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ മുഖം മൂടി ഞാൻ വലിച്ച് കീറും. പഴയ മാതിരിയല്ല. കാരണം എനിക്ക് എൻ്റെ വേദനകൾ എപ്പോഴെങ്കിലും ഈ ലോകത്തിനോട് പറഞ്ഞ് പോകണമെന്നുണ്ടായിരുന്നു. അതിന് ദൈവം കാണിച്ചു തന്നൊരു വഴിയാണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കണം. തൃശ്ശൂരിൽ കെ മുരളീധരൻ വരുമ്പോൾ തുറുപ്പ് ചീട്ടിനെ കൊണ്ടുവരുന്നുവെന്നാണ് ടി എൻ പ്രതാപൻ പറഞ്ഞത്. അങ്ങനെ ഒരു തുറുപ്പ് ചീട്ടായി മാറുമോ കോൺഗ്രസിന് തൃശ്ശൂരിൽ കെ മുരളീധരൻ? മുരളിയേട്ടനെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കൂടി ചതികുഴിയിൽ ചാടിച്ചതാണ്. അതിൻ്റെ കാരണം എനിക്കറിയാം. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞു, ഒരു നേതാക്കളെയും കുറ്റം പറയുന്നില്ല. പക്ഷേ മുരളിയേട്ടൻ അവിടെ തോറ്റാലും മുരളിയേട്ടൻ നല്ല ഓഫർ ഉണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മുരളിയേട്ടൻ പിന്നെ സ്വന്തം കാര്യമേ ഉള്ളൂ. അപ്പുറപ്പുറമുള്ള കാര്യം ആൾ നോക്കാറില്ല. അപ്പോൾ ആൾക്ക് ഓഫർ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂർ ഒരിക്കലും ആൾ വരില്ല എന്ന് എനിക്കറിയാം. ഓഫറുകൾക്ക് പിന്നാലെ പോകുന്നൊരു രാഷ്ട്രീയക്കാരനാണോ കെ മുരളീധരൻ? അങ്ങനെയാണോ താങ്കൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ല, അങ്ങനെ മുരളിയേട്ടനെയും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതെൻ്റെ സഹോദരനാണ്, എൻ്റെ ബ്ലഡാണെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് ഇതായിട്ട് ഞാൻ പറയും. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്താലും വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യില്ല. കാരണം മുരളിയേട്ടൻ NCP പോയപ്പോഴും DIC പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിനോട് മിണ്ടാണ്ടിരുന്നിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ശ്രീമാൻ എ കെ ആന്റണിയുടെ മകൻ പോയിട്ട് അദ്ദേഹം വല്ലതും മകനെ പറ്റി പറഞ്ഞോ? അപ്പോൾ രക്തമാണെന്ന് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചറിയണം. താങ്കൾ വർക്ക് അറ്റ് ഹോം ആയിരുന്നു എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഞാൻ 1.5 കൊല്ലമായിട്ട് കിടപ്പിലായിരുന്നു. അതെന്തായിരുന്നു എനിക്ക് അസുഖം എന്നുള്ളത് മുരളിയേട്ടന് നല്ലോണം അറിയാം. അപ്പോൾ എന്നിട്ടും ഞാൻ തല പൊങ്ങുമ്പോൾ ഓടും വല്ല മീറ്റിംഗ് ഉണ്ടെങ്കിൽ. അത്രേ എനിക്ക് പറ്റിയിരുന്നുള്ളൂ. അപ്പം അറിയുന്ന മുരളിയേട്ടൻ, പലർക്കും അറിയില്ല, എനിക്ക് 1-2 പേർക്ക്. കാരണം എനിക്കൊരു ആത്മബന്ധം ഉണ്ടായിരുന്ന സുധാരേട്ടനും അറിയാം എന്താണെന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം എന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ മുരളിയേട്ടൻ അറിഞ്ഞിട്ട് പറഞ്ഞാൽ മുരളിയേട്ടൻ ജയിക്കാൻ വേണ്ടിയാണ്. മുരളിയേട്ടൻ അങ്ങനത്തെ ഒരു തരം താണ കളി കളിക്കുന്ന ഒരാളാണ്. അതെന്തെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കും. കുറേ എന്താ പറയുക, വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേതാവായി എന്നല്ലാണ്ട് അദ്ദേഹം ഒന്ന് ചരിത്രം എടുത്ത് നോക്കിയാൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയല്ലാണ്ട് അദ്ദേഹം നിന്നിട്ടുണ്ടോ? പത്മജ വേണുഗോപാലിന് ചിലത് ഇനിയും പറയാനുണ്ട്. അവസരം വന്നാൽ അത് തുറന്നു പറയാനുള്ള കരുത്തുമുണ്ട് എന്നാണ് അവർ പറയുന്നത്. BJPക്ക് വേണ്ടി സംസ്ഥാനത്ത് ഉടനീളം പ്രചരണ രംഗത്തുണ്ടാകുമെന്നും പത്മജ വേണുഗോപാൽ ഉറപ്പിച്ചു പറയുന്നു. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.